ഹായ് ഗൈസ്, നമ്മൾ നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 2025 വരാൻ പോകുന്ന ഫോണുകളെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ സംവദിക്കാതെ വീഡിയോയിലോട്ട് പോകാം. അത് നമ്മൾ വെറൈറ്റി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. നത്തിങ് ഫോൺ 3 സീരീസ് മാർച്ച് 4 ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ ആയിരിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൽ 2x ടെലിഫോട്ടോ ക്യാമറയും വരാൻ ചാൻസ് ഉണ്ട്. ഇനി ഐക്യുവിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ ഐക്യുവിൻ്റെ നിയോ 10 പ്രോ എന്ന ഫോണുകൾ ഇറങ്ങാൻ പോവുകയാണ്. ഈ ഫോണിൽ 1.5K വരുന്ന OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 8S Gen 3 വരുന്നുണ്ട്. ഇതിൽ 10 പ്രോയിൽ 8 Gen 3 ആണ് വരിക. ഇതിൽ 50 മെഗാപിക്സലിൻ്റെ OIS സപ്പോർട്ട് ചെയ്യുന്ന മെയിൻ ക്യാമറ വരുന്നതാണ്. ഇതിൽ 6400 mAh ബാറ്ററിയോടൊപ്പം 80 വാട്ടിൻ്റെ ചാർജിങ്ങും ഈ ഫോണുകളിൽ വരുന്നതാണ്. അടുത്തതായി 30,000 റേഞ്ചിൽ വരുന്ന റിയൽമി GT70 എന്ന് പറയുന്ന നല്ലൊരു ഗെയിമിംഗ് ഫോൺ ഈ ഫെബ്രുവരിയിൽ വരാൻ ചാൻസ് ഉണ്ട്. ഈ ഫോണിൽ MediaTek Dimensity 9300+ എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റാണ് വരുന്നത്. ഇത് 6.780G വരുന്ന 1.5K വരുന്ന 120 Hz സപ്പോർട്ട് ചെയ്യുന്ന LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതിൽ 50 മെഗാപിക്സൽ പ്ലസ് 8 മെഗാപിക്സൽ ഡുവൽ ക്യാമറയാണ് വരുന്നത്. ഇതിൽ 7000 mAh ബാറ്ററിയോടൊപ്പം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് വരിക. 7000 mAh ബാറ്ററി വരുമോ എന്ന് നമുക്ക് അത്ര ഉറപ്പില്ല. ചിലപ്പോൾ 6500 mAh ഒക്കെ ആയിട്ടാവും ചിലപ്പോൾ വരിക. ഇനി കുറേയധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്ന വിവോയുടെ V സീരീസ് ഇറങ്ങാൻ പോവുകയാണ്. ചൈനയിൽ ഇപ്പോൾ ഓൾറെഡി S20 എന്ന പേരിൽ ഈ ഫോണുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ V50 എന്ന പേരിലായിരിക്കും വരിക. V50യും V50 പ്രോയും വരുന്നതാണ്. ഇതിൽ നല്ല കളർ ഓപ്ഷൻസാണ് ഈ വട്ടം വരുന്നത്. നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറുകളാണ് ഈ വട്ടം വരുന്നത്. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം ASUSൻ്റെ ROG Phone 9 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് നല്ല ഗെയിമിംഗ് ഫോൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെയും കളറുകളും ഫോട്ടോസും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി ഷവോമിയുടെ 15 Ultra എന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിലും നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളറുകളാണ് വരുന്നത്. ഇത് നല്ല ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് അനുസരിച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ തന്നെയാണ് ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഫോണും ഫെബ്രുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യുമെന്നാണ് നമുക്ക് ഒരു വിവരം കിട്ടുന്നത്. ഇനി ഓപ്പോയുടെ Find N5 എന്ന ഫോൺ ഇറങ്ങാൻ പോവുകയാണ്. 2 കോയിനുകളുടെ അത്ര മാത്രമാണ് ഈ ഫോണിൻ്റെ തിക്നെസ് വരുന്നത്. 4mm മാത്രമാണ് ഇതിൻ്റെ തിക്നെസ്. ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സാംസങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി സാംസങ്ങിൻ്റെ A36 ഫോൺ ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇറങ്ങുന്നതെന്നല്ല, ചാൻസ് ഉണ്ട്. ഈ ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂൾ മാറിയിട്ടുണ്ട്. ഇതിന് നല്ല ക്യാമറയും സാംസങ്ങിൻ്റെ നോക്സ് സെക്യൂരിറ്റിയും ഒക്കെ വരുന്നുണ്ട്. ഇനി റെഡ്മിയുടെ ടർബോ 4 എന്ന ഫോണും ഇറങ്ങാൻ ചാൻസ് മാത്രമാണുള്ളത്. ഈ ഫോണും അത്യാവശ്യം നല്ല ഗെയിം ഫോണായിരിക്കും. പിന്നെ 2-3 ഫോണുകൾ ഇറങ്ങുമെന്ന് അത്ര പ്രതീക്ഷയില്ല. വളരെ കുറച്ച് ശതമാനം മാത്രമാണ് പ്രതീക്ഷയുള്ളൂ ഈ ഫോണുകൾ ഇറങ്ങുമെന്ന്. ഇൻഫിനിക്സിൻ്റെ GT30 Pro എന്ന ഫോൺ, GT20 Pro നമ്മൾ കണ്ടതാണ്. നല്ല ഗെയിം ഫോണായിരുന്നു. അതിൻ്റെ അടുത്ത വേർഷനായ GT30 Pro എന്ന ഫോൺ വരുന്നുണ്ട്. മോട്ടറോളയുടെ Edge 60 Ultra വരുന്നുണ്ട്. Edge 50 നല്ലൊരു ഫോണായിരുന്നു, ഓൾറൗണ്ടർ ഫോണായിരുന്നു. അതിൻ്റെ Edge 60 എന്ന് പറയുന്ന വേരിയൻറ്റും വരുന്നുണ്ട്. ഇനി പോക്കോയുടെ F7 സീരീസും ഇതിനോടൊപ്പം വരുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഈ ഫോണുകളെല്ലാം ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.